Hello and welcome to Apex Guide. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ MySQL ഡാറ്റാബേസുമായി കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിരിക്കുന്ന ആക്ടിവിറ്റീസ്, അതായത് ഇൻസേർട്ട്, അപ്ഡേറ്റ്, സെലക്ട്, ഡിലീറ്റ്, ഈ രീതിയിലുള്ള ഡാറ്റാബേസ് റിലേഷണൽ ഓപ്പറേഷൻസ് നമുക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. നോർമലി നമുക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിന്നും നേരിട്ട് ഡാറ്റകൾ MySQLിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയാണ് നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിന്നും ഡാറ്റ നമ്മുടെ PHP സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ PHP സെർവറിലേക്ക് ഡാറ്റകൾ എങ്ങനെയാണ് സെൻഡ് ചെയ്യുക, അതുപോലെ PHPയിൽ നിന്നും നമുക്ക് MySQLിലേക്ക് നമ്മൾ ഡാറ്റകൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക, ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് PHP കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ PHP സെർവറിലേക്ക് ഡാറ്റകൾ സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു തേർഡ് പാർട്ടി പ്ലഗിൻ ആവശ്യമുണ്ട്. ആ പ്ലഗിൻ ആണ് വോലി പ്ലഗിൻ. ഓക്കെ, വോലി പ്ലഗിൻ. അപ്പോൾ വോലി പ്ലഗിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ PHP സെർവറുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു സിമ്പിൾ ആപ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് സെർവർ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് MySQL ഡാറ്റാബേസ് സെർവറാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്രീനിൽ ആദ്യം ഒരു സ്പ്ലാഷ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രജിസ്റ്റർ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ലോഗിൻ എന്നുള്ള സ്ക്രീന് വന്നു കഴിഞ്ഞാൽ ശേഷം നമ്മൾ സൈൻ അപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രജിസ്റ്റർ എന്നുള്ള ഒരു സ്ക്രീനിലേക്ക് പോയിട്ട് അവിടെ നിന്നുള്ള ഡാറ്റയാണ് നമ്മൾ MySQL ഡാറ്റാബേസ് സെർവറിലേക്ക് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് കോൺഫിഗറേഷൻസ് ആദ്യം നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷനെ MySQL വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്റർനെറ്റ് സർവീസ്, അതുപോലെ തന്നെ വൈഫൈ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഏരിയകൾ വഴിയാണ് നമ്മൾ MySQLനെ മിക്കവാറും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി, ഓക്കെ, ഒരു കപ്പാസിറ്റി എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കപ്പാസിറ്റി എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷന്റെ മാനിഫെസ്റ്റ് എന്ന് കാണുന്ന ഫോൾഡർ, ഓക്കെ, മാനിഫെസ്റ്റ് എന്ന് കാണുന്ന ഫോൾഡറിൽ ആണ് നമ്മുടെ കോൺഫിഗറേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ആൻഡ്രോയിഡ് manifest.xml എന്നുള്ള ഒരു ഫയൽ കാണുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് manifest.xml എന്നുള്ള ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് രണ്ട് പെർമിഷൻസ് ആണ്. ഈ പെർമിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷനെ ഇന്റർനെറ്റിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിലൂടെയും ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പെർമിഷൻസ് ആണ്. അപ്പൊ ഈ കാണുന്നതാണ് ആദ്യം നമ്മൾ കാണുന്ന രണ്ട് ലൈൻസ് ആണ് നമുക്ക് പെർമിഷൻ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ളത്. യൂസേഴ്സ് പെർമിഷൻ ആൻഡ്രോയിഡ് പെർമിഷൻ ഇന്റർനെറ്റ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് പെർമിഷൻ ആക്സസ് വൈഫൈ സ്റ്റേറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കോൺഫിഗർ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷന് ഇന്റർനെറ്റുമായിട്ടും അതുപോലെ തന്നെ വൈഫൈ നെറ്റ്വർക്കിലൂടെയും, അതായത് ഏതെങ്കിലും റൗട്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനത്തെ മോഡം, അതുപോലെ തന്നെ റൗട്ടേഴ്സ് ഒക്കെ വൈഫൈ പെർമിഷൻ ഉള്ളതാണ്. അപ്പൊ അതുവഴി നമ്മുടെ മറ്റ് ആപ്ലിക്കേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ഒക്കെയുള്ള ഈ MySQL സെർവറുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേറ്റഡ് ഡോക്യുമെന്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ പെർമിഷനാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കോൺഫിഗർ ചെയ്യാനുള്ളത് നമ്മുടെ ഗ്രാഡിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്താണ്.
ഗ്രാഡിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ബിൽഡ് ഗ്രാഡിൽ മോഡ്യൂൾ എന്ന് കാണുന്ന ആ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഫയൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള MySQL ഡാറ്റാബേസ് അല്ലെങ്കിൽ MySQL ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാനുള്ള PHP ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനെ കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ് വോലെ ലൈബ്രറി. ഓക്കെ, വോലെ ലൈബ്രറി. ഈ വോലെ എന്ന് പറയുന്ന പ്ലഗിൻ അല്ലെങ്കിൽ ലൈബ്രറി കോൺഫിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റുകൾ, അതിന്റെ ഡിപ്പെൻഡൻസികൾ നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ബിൽഡപ്പ് ചെയ്യുന്നത് ഈ ബിൽഡ് ഗ്രാഡിൽ മോഡ്യൂൾ എന്ന് കാണുന്ന സെക്ഷനിലാണ്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബിൽഡ് ഗ്രാഡിൽ മോഡ്യൂൾ ഉള്ള ആ ഒരു ഫയലിൽ ഒരുപാട് കോൺഫിഗറേഷൻ സെക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ വോലെ ലൈബ്രറി ആഡ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇംപ്ലിമെന്റേഷൻ. ഡിപ്പെൻഡൻസീസ് എന്ന് കാണുന്ന സെക്ഷനിൽ ഇംപ്ലിമെന്റേഷൻസ്. ഓക്കെ, ഇംപ്ലിമെന്റേഷൻസ് കോം ആൻഡ്രോയിഡ് വോലെ. വോലെയുടെ വേർഷൻ കൊടുത്തിരിക്കുന്നത് വോലെ 1.1.1 ആണ്. ഈ കാര്യം നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നോർമലി സിങ്ക് നൗ, ഇന്റർനെറ്റ് കണക്ഷൻ ആക്റ്റീവ് ആയിരിക്കണം. അപ്പൊ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ സിങ്ക് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും. ഇപ്പൊ നമുക്കത് സിങ്ക്ഡ് ആയതുകൊണ്ട്, ഞാനിപ്പോ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ ഓൾറെഡി സിങ്ക്ഡ് ആയതുകൊണ്ട് ഓപ്പൺ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷെ അവിടെ നമുക്ക് സിങ്ക് നൗ എന്നുള്ള ഒരു ലിങ്ക് ആണ് കാണിക്കുക. അപ്പൊ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ലൈബ്രറിയുടെ ഡിപ്പെൻഡൻസി ഫയൽസ്, ഓക്കെ, റെഫർ ചെയ്യാനുള്ള ഡിപ്പെൻഡൻസി ഫയൽസ് നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ബൈൻഡപ്പ് ആവുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് കൂടിയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആപ്ലിക്കേഷന്റെ സ്ക്രീൻ ഡിസൈനിങ്, അതുപോലെ ആപ്ലിക്കേഷന്റെ ഫ്ലോ, പ്രൈമറി കോഡിങ്സ്, ഈ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് മെയിൻ സ്ക്രീൻ ആണ്, ആക്ടിവിറ്റി main.xml. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി main.xml. ഇതൊരു സ്പ്ലാഷ് സ്ക്രീൻ ആണ്. സ്പ്ലാഷ് സ്ക്രീനിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഈ സ്പ്ലാഷ് സ്ക്രീൻ വന്നതിന് ശേഷം നമുക്ക് അവൈലബിൾ ആവുന്ന സ്ക്രീന് ലോഗിൻ സ്ക്രീൻ ആയിരിക്കും. അപ്പോൾ സ്പ്ലാഷ് സ്ക്രീൻ വർക്ക് ചെയ്യുന്ന ആ കോഡൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മെയിൻ ആക്ടിവിറ്റി .kt. മെയിൻ ആക്ടിവിറ്റി .kt ഫയലിൽ നമുക്ക് സാധാരണയായിട്ടുള്ളതുപോലെ കോഡിങ്സ് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുക്കുന്ന നമ്മുടേതായിട്ടുള്ള കോഡുകൾ ഈ കാണുന്ന ലൈൻസ് ആണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ലൈൻസ് ആണ്. അതിൽ ഓട്ടോമാറ്റിക്കലി ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് സ്ക്രീന് ഡിസപ്പിയർ ചെയ്തുകൊണ്ട് ലോഗിൻ സ്ക്രീനിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് സിസ്റ്റം ക്ലോക്ക് .sleep. നേരത്തെ നമ്മൾ ഹാൻഡ്ലർ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് സ്പ്ലാഷ് സ്ക്രീനെ മാനേജ് ചെയ്യാൻ വേണ്ടി പഠിച്ചതാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് സിസ്റ്റം ക്ലോക്ക് എന്നുള്ളൊരു ഓപ്ഷനാണ്. സിസ്റ്റം ക്ലോക്ക് .sleep 3000 milliseconds ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 seconds കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ ലോഗിൻ സ്ക്രീന്, ലോഗിൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന സ്ക്രീൻ ആയിരിക്കും ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള കോഡിംഗ് ആണ് നമ്മൾ ഈ 3 ലൈൻസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലോഗിൻ സ്ക്രീനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആക്ടിവിറ്റി ലോഗിൻ .xml. ഇതാണ് നമ്മുടെ ലോഗിൻ സ്ക്രീനിന്റെ ഡിസൈൻ. 2 ടെക്സ്റ്റ് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിന്റെ പേര് നമ്മൾ txt ഇമെയിൽ, അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ പാസ്വേഡ് ബോക്സ് ആണ്. പാസ്വേഡ് ബോക്സിന്റെ പേര് txt പാസ്വേഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് 2 ബട്ടൺസ്, ഒന്ന് ലോഗിന് വേണ്ടിയിട്ടും അതുപോലെ മറ്റൊന്ന് രജിസ്ട്രേഷന് വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ രജിസ്ട്രേഷൻ ആണ് നോക്കുന്നത്. രജിസ്ട്രേഷന് സ്ക്രീനിൽ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് സൈനപ്പ് എന്നാണ്. അപ്പോൾ ഈ സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ സൈനപ്പ് എന്നുള്ള ആ ബട്ടന്റെ പ്രൈമറി കോഡിംഗ്, അതായത് ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള കോഡിംഗ് നമുക്കൊന്ന് നോക്കാം. ലോഗിൻ ആക്ടിവിറ്റി .kt ഫയൽ. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗിൻ സ്ക്രീനിന്റെ കോഡിംഗ് ആണ് ആദ്യം കാണുന്നത്. അതിനുശേഷം രജിസ്ട്രേഷൻ സ്ക്രീനിലേക്ക് പോകാനുള്ള കോഡിംഗ് ആണ് ഇവിടെ. ബട്ടൺ രജിസ്ട്രേഷൻ ഓൺ സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ഇന്റർഫേസ് വിളിച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷനിലാണ് നമ്മൾ 2 കോഡിങ്സ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇൻഡന്റ് ആണ്, നമുക്ക് നിലവിലുള്ള സ്ക്രീനിൽ നിന്നും അടുത്ത സ്ക്രീനിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഇൻഡന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ദിസ് രജിസ്റ്റർ ആക്ടിവിറ്റി ക്ലാസ്.
അതുപോലെ സ്റ്റാർട്ട് ആക്ടിവിറ്റി കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രജിസ്ട്രേഷൻ ഫയലിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ കോഡിങ് ചെക്ക് ചെയ്ത് നോക്കുക. ബട്ടൺ രജിസ്ട്രേഷനുള്ള കോഡിംഗ് ആണിത്. ഇത്രയും ഭാഗമാണ് ബട്ടൺ രജിസ്ട്രേഷന്റെ കോഡിംഗ് വരുന്നത്. അടുത്തത് നമുക്ക് ആക്ടിവിറ്റി രജിസ്റ്റർ .xml രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കോഡിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആക്ടിവിറ്റി രജിസ്റ്റർ .xml. ഇപ്പോൾ രജിസ്ട്രേഷൻ പേജിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇമെയില്, ഫുൾ നെയിം, അഡ്രസ്, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോക്സുകളാണ്. അപ്പോൾ അത് ഏതൊക്കെ ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കോമ്പണന്റ് ട്രീയിൽ കാണാൻ വേണ്ടി പറ്റും. ETXT ഇമെയിൽ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ നെയിം പ്ലെയിൻ ടെക്സ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബോക്സ്, അതുപോലെ തന്നെ കോമൺ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കാണുന്ന കൺട്രോളുകളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇമെയില്, പ്ലെയിൻ ടെക്സ്റ്റ്, പോസ്റ്റൽ അഡ്രസ്, പാസ്വേഡ്, സൈൻ അപ്പ് ബട്ടൺ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഓരോന്നും നമുക്ക് ടെക്സ്റ്റ് വ്യൂ ആണ്. അപ്പോൾ ഓരോ ടെക്സ്റ്റ് ബോക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് പാസ്വേഡിന്റെ ബോക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തുള്ള കോഡിംഗ് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രജിസ്റ്റർ ആക്ടിവിറ്റി എന്നുള്ള ഫയലിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ രജിസ്റ്റർ ആക്ടിവിറ്റിയുടെ കോഡിംഗ് ഫയൽ, രജിസ്റ്റർ ആക്ടിവിറ്റി .kt. അപ്പോൾ ഇതിൽ നമുക്ക് ബട്ടൺ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തുള്ള, അതായത് ബട്ടൺ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്തുള്ള കോഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്ക്, ഇഫ് കണ്ടീഷനിൽ നമ്മൾ ഓരോ ടെക്സ്റ്റ് ബോക്സിലുള്ള ഡാറ്റയും എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ വാലിഡേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഈ ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് വാല്യൂ ഇല്ലാത്ത പക്ഷം അവിടെ മാൻഡേറ്ററി ഫീൽഡ് എന്നുള്ള രീതിയിൽ ഒരു എറർ മെസ്സേജ് വരണം. അപ്പോൾ അതിനുള്ള ചെക്കിങ്സ് ആണ്, ടെസ്റ്റിങ്ങുകളാണ് നമ്മൾ കണ്ടീഷനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓരോ ഇഫ് കണ്ടീഷനിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ETXT email.set error mandatory എന്നുള്ള ഒരു ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ ഹിന്റ് ബോക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേ രീതിയിൽ നമുക്ക് ഒരു എറർ മെസ്സേജ് ആയിട്ടായിരിക്കും അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഓരോന്നും നമ്മൾ പാസ്വേഡ്, അതുപോലെ തന്നെ ഫുൾ നെയിം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓരോന്നിനും നമുക്ക് വാലിഡേഷൻസ് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വാലിഡേഷൻ കോഡ്, ടെക്സ്റ്റ് ബോക്സ്, അതുപോലെ തന്നെ കമ്പയർ ടെക്സ്റ്റ് ബോക്സ്, ഈ കാര്യങ്ങളുടെയൊക്കെ കോഡിങ്സ് ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ വാലിഡേഷൻസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ, പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആണെങ്കിൽ, എല്ലാ ഡാറ്റയും കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. പകരം ഈ താഴെ കാണുന്ന രീതിയിൽ നമ്മൾ ഓരോന്നിനും ഓരോ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വാർ, ഇമെയിൽ, ഫുൾ നെയിം, അഡ്രസ്സ്, അതുപോലെ പാസ്വേഡ്, ഈ കാര്യങ്ങളൊക്കെ ഓരോ ടെക്സ്റ്റ് ബോക്സിൽ നിന്നും നമുക്ക് ഓരോ വേരിയബിളിലേക്ക് സ്റ്റോർ ആകുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിന്റെ പ്രൈമറി കോഡിംഗ് വരുന്നത്. ഇനി ഇതിന് ശേഷം നമുക്ക് നമ്മുടെ വെബ് സർവീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ MySQL ഡാറ്റാബേസിലേക്ക് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡാറ്റാബേസ്, നമുക്ക് ഈ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഡാറ്റാബേസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡാറ്റാബേസ് നമുക്കറിയാം MySQL ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ MySQL ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് XAMPP സെർവർ ഒന്ന് ആക്റ്റീവ് ചെയ്യാം. XAMPP. ഓക്കെ, XAMPP സെർവർ നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. കൺട്രോൾ പാനൽ വന്നിട്ടുണ്ട്. ഇതിൽ അപ്പാഷെ അതുപോലെ തന്നെ MySQL, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പാഷെ സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ MySQL കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ നോക്കിയതാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ ഒന്ന് കാണിക്കാം. MySQL അഡ്മിൻ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ട്രെയിനർ DB എന്നുള്ള ഒരു ഡാറ്റാബേസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ട്രെയിനർ DB.
ട്രെയിനർ ഡി ബിയിൽ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. ടേബിളിൻ്റെ പേര് മെയിൻ ടേബിൾ എന്നാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ആദ്യം നോക്കാം. സ്ട്രക്ചർ അതിൽ ഇത്രയും ഫീൽഡുകളാണുള്ളത്. ഇമെയില്, ഫുൾ നെയിം, അഡ്രസ്, പാസ്വേഡ്. ഇമെയില്, ഫുൾ നെയിം, അഡ്രസ്, പാസ്വേഡ്. ഓക്കെ, അതിൻ്റെ ഓരോന്നിൻ്റെയും ഡാറ്റ ടൈപ്പ് ഇമെയിൽ വോർക്കെയർ 50 ആണ്, ഫുൾ നെയിം വോർക്കെയർ 15 ആണ്, അതുപോലെ അഡ്രസ്സ് വോർക്കെയർ 20 ആണ് കൊടുത്തിരിക്കുന്നത്, പാസ്വേഡ് വോർക്കെയർ 35 ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പ്രൈമറി കീ എന്നുള്ള ഓപ്ഷൻ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രൈമറി കീ എന്നുള്ള ഓപ്ഷൻ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി കീ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫീൽഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൈമറി കീ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂകൾ പ്രിവെന്റ് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ ഡാറ്റാബേസ് തന്നെ പ്രിവെന്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിന്റെ പേര് ട്രെയിനർ ഡി ബി ആണ്. അതുപോലെ ടേബിളിന്റെ പേര് മെയിൻ ടേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ MySQL ഡാറ്റാബേസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സർവീസ് PHP സർവീസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. PHP സർവീസ് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് സാമ്പിളായിട്ട് കാണിക്കാം. അപ്പോൾ അതേ രീതിയിൽ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ PHPയിൽ നമുക്ക് സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് C ഡ്രൈവിൽ XAMPP എന്നുള്ള ഫോൾഡർ കാണാൻ പറ്റും. XAMPP. അപ്പോൾ XAMPP എന്നുള്ള ഫോൾഡറിൽ HT ഡോക്യുമെന്റ്സ് സെലക്ട് ചെയ്യുക. അതിൽ ഒരുപാട് ഫോൾഡേഴ്സ് കാണുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഫോൾഡർ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ട്രെയിനർ വെബ് സർവീസ്. അപ്പോൾ ഈ ഒരു ഫോൾഡറിലാണ് ഞാൻ എൻ്റെ വെബ് സർവീസുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾഡറിൻ്റെ പേര് എന്തായാലും കുഴപ്പമില്ല, അതിന് ആസ്പദമായിട്ട് അല്ലെങ്കിൽ അതിന് കണക്കായിട്ട് നമ്മൾ കോഡിങ്ങിൽ ചേഞ്ചസ് വരുത്തുക. ഓക്കെ, ഇപ്പോൾ ആൻഡ്രോയിഡ് ട്രെയിനർ വെബ് സർവീസ് തന്നെ കൊടുക്കണമെന്നില്ല. അതിന് പകരം നമുക്ക് ട്രെയിനർ വെബ് സർവീസിനോ അല്ലെങ്കിൽ മൈ വെബ് സർവീസിനോ എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്പേസ് യൂസ് ചെയ്യാതെ കൊടുക്കുക, വൺ വേർഡ് ആയിട്ട് മാത്രം കൊടുക്കുക. ഇതിലുള്ള ഫയൽസ് നമുക്ക് നോക്കാം. ഇതിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫയൽസ് ഒന്ന് register.php, അതുപോലെ ലോഗിൻ updated.php. അപ്പോൾ register.php ആണ് ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സബ്ലൈം ടെക്സ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് എഡിറ്ററിലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് നോട്ട് പാഡ് ഉപയോഗിച്ചിട്ടാണ്. റൈറ്റ് ബട്ടൺ എഡിറ്റ് അല്ലെങ്കിൽ ഓപ്പൺ വിത്ത് നോട്ട് പാഡ് എടുക്കാം. ഓക്കെ, നമ്മൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ PHP ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ കാണുന്നത് PHP സർവീസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ കോഡാണ്. ഇതിൽ നമുക്ക് ആദ്യം സെർവർ നെയിമാണ് കൊടുക്കേണ്ടത്. PHPയിൽ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽ ഇതാണ്, $വേരിയബിൾ നെയിം. അപ്പോൾ സെർവറിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ലോക്കൽ ഹോസ്റ്റ് ആണ്. സോ സെർവർ നെയിം ഈക്വൽ ടു ഡബിൾ കൊട്ടേഷനിൽ ലോക്കൽ ഹോസ്റ്റ് കൊടുക്കുക. യൂസർ നെയിം റൂട്ടാണ്. പാസ്വേഡ് തൽക്കാലം ബ്ലാങ്ക് ആയിട്ട് കൊടുക്കാം. ഇനി ഡാറ്റാബേസിന്റെ പേര് കൊടുക്കുക. ട്രെയിനർ DB എന്നാണ് നമ്മളുടെ ഡാറ്റാബേസിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഡാറ്റാബേസിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കോഡാണിത്. കോൺ ന്യൂ MySQLi, സെർവറിന്റെ പേര് കൊടുക്കുക, യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ഡാറ്റാബേസിന്റെ പേര് കൊടുക്കുക. ശേഷം ആ കണക്ഷൻ അവൈലബിൾ ആണോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. ഇഫ് കോൺ കണക്റ്റർ, അതായത് കണക്ഷൻ ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ വരുന്ന ഒരു എറർ കോഡായിരിക്കും ഇത്. അതുപോലെ ഇത്രയും ഭാഗം സക്സസ് ആണെങ്കിൽ അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഈ കാണുന്ന കോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇമെയിലും ഫുൾ നെയിം അഡ്രസ്സ് പാസ്വേഡ് ഈ കാര്യങ്ങൾ നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിന്നും റീഡ് ചെയ്യുന്ന കണ്ടന്റ് ആണിത്. പോസ്റ്റ് സിമ്പിൾ ആയിട്ട് പോസ്റ്റ് ഹെഡർ ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. സോ പോസ്റ്റ് ഇമെയിൽ ഫുൾ നെയിം പോസ്റ്റ് ഫുൾ നെയിം അഡ്രസ്സ് പാസ്വേഡ് ഈ കാര്യങ്ങൾ റീഡ് ചെയ്തെടുക്കുക. റീഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ SQL അതായത് MySQLിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പാസ് ചെയ്യുന്നത്. SQL query ഇൻസേർട്ട് ഇൻ ടു മെയിൻ ടേബിൾ ഇമെയിൽ ഫുൾ നെയിം അഡ്രസ്സ് പാസ്വേഡ് ഈ കാണുന്നതൊക്കെ നമുക്ക് ടേബിളിലുള്ള ഫീൽഡുകളാണ്.
ഇത്രയും ഫീൽഡുകളാണ് നമുക്ക് ടേബിളിലുള്ളത്. അതിലേക്കുള്ള വാല്യൂസ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. വാല്യൂസ്, ഇമെയിൽ, ഫുൾ നെയിം, അഡ്രസ്, പാസ്വേഡ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യും. ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്ത് നമുക്ക് ക്വറി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഡാറ്റ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് റിട്ടേൺ ചെയ്യുകയാണ്. അത് നമ്മുടെ ആപ്ലിക്കേഷൻ, ഓക്കെ, നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഈ ഒരു മെസ്സേജ് നമുക്ക് അവിടെ അവൈലബിൾ ആവും. അല്ലാത്ത പക്ഷം നമുക്ക് എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ എറർ മെസ്സേജ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യാം. ഫൈനലി നമ്മൾ ക്ലോസ് ചെയ്യാം, നമ്മുടെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കണക്ഷൻ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കോഡുകളാണ് നമുക്ക് ഇവിടെ PHP-യിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മറ്റ് എറേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഡാറ്റകൾ PHP-യിലേക്ക് വന്ന് PHP-യിൽ നിന്നും MySQL-ലേക്ക് പാസ് ചെയ്ത് അവിടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് register.php-യുടെ ഒരു URL അവൈലബിൾ ആയാൽ മാത്രമേ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ URL എടുക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. XAMPP കൺട്രോൾ പാനൽ എടുക്കുക, അഡ്മിൻ, അപ്പാച്ചയുടെ അഡ്മിൻ എടുക്കുക. ഇവിടെ ഡാഷ്ബോർഡ് എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് ആൻഡ്രോയിഡ്, നമ്മുടെ പ്രൊജക്റ്റിന്റെ പേര് ആൻഡ്രോയിഡ് ട്രെയിനർ വെബ് സർവീസ് എന്നായിരുന്നു. ആൻഡ്രോയിഡ് _ ട്രെയിനർ വെബ് സർവീസ്. ഓക്കെ, നമ്മൾ അത്രയും കീസ് പാസ് ചെയ്ത സമയത്ത് നമ്മുടെ അവിടെയുള്ള ഫയലുകളൊക്കെ നമുക്ക് ഇവിടെ ബ്രൗസറിൽ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ലോക്കൽ മെഷീനിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് കൊടുത്തപ്പോൾ നമ്മുടെ രജിസ്റ്റർ, അതായത് register.php ഉൾപ്പെടെയുള്ള ഫയലുകൾ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ URL കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ എടുക്കുക. ആപ്ലിക്കേഷനിൽ നമ്മളൊരു പുതിയ URL ക്രിയേറ്റ് ചെയ്യാണ്, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ആ വേരിയബിൾ ആണ് ഈ കാണുന്ന വേരിയബിൾ URL. അല്ലെങ്കിൽ var, രണ്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ val ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. val URL. ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ കോപ്പി ചെയ്ത കണ്ടന്റ് പേസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നില്ല. HTTP ലോക്കൽ ഹോസ്റ്റ് എന്നാണ് സാധാരണയായിട്ട് കാണിക്കുന്നത്. ആൻഡ്രോയിഡ് വെബ് സർവീസ് /register.php. ചില സിസ്റ്റങ്ങളിൽ ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവൈലബിൾ ആവില്ല. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ IP അഡ്രസ് ആയിരിക്കണം കൊടുക്കുന്നത്. അപ്പോൾ IP അഡ്രസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കൂടെ ഞാനിവിടെ കാണിക്കാം. CMD ടൈപ്പ് ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് ipconfig. ഓക്കെ, ഞാനിവിടെ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള IP അഡ്രസ് കാണിക്കാത്തത്. ഞാൻ ഇന്റർനെറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് IP നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിന്റെ IP അഡ്രസ് ഒന്ന് കോപ്പി ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ IP അഡ്രസ് വരുന്നത് IPv4 അഡ്രസ് 192.168.100.14. അപ്പോൾ ഈ കണ്ടന്റ് കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത്, ലോക്കൽ ഹോസ്റ്റ് കൊടുക്കുന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലൈവ് മെഷീനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു URL ഉണ്ടാവും, ഡൊമൈൻ രജിസ്റ്റർ ചെയ്ത് ഹോസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ്സിലാണ് നമ്മൾ ഫയൽസ് സ്റ്റോർ ചെയ്യേണ്ടത്.
അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കേണ്ട കോഡാണ് മുകളിൽ സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. HTTP ഓർ HTTPS www ഇവിടെ കൊടുത്തിരിക്കുന്ന xyz.com, നമ്മുടെ സർവീസിന്റെ ഫോൾഡർ, അതുപോലെ തന്നെ സർവീസിന്റെ പേര്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. URL സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത് വേറെ ഒരു ചെറിയൊരു കോൺഫിഗറേഷൻ ആണ്. നമ്മൾ നേരത്തെ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് എന്നുള്ള ഫയലിൽ ഇന്റർനെറ്റ് സർവീസുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ചില കോൺഫിഗറേഷൻസ് അല്ലെങ്കിൽ പെർമിഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് URL-ലുള്ള HTTPS അല്ലെങ്കിൽ HTTP പ്രോട്ടോക്കോളുകളെ ഹാൻഡിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രാഫിക് എന്നാണ് പറയാം. ആ ട്രാഫിക്കുകളെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെറ്റിങ്സ് നമുക്ക് വോളി ലൈബ്രറിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. സോ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് എന്നുള്ള ഫയൽ എടുക്കുക. മാനിഫെസ്റ്റ് എന്നുള്ള ഫയലിൽ ഈ രണ്ട് കണ്ടന്റുകൾ, യൂസ് പെർമിഷൻ എന്നുള്ള രണ്ട് കണ്ടന്റുകൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ ഈ കാണുന്ന ആൻഡ്രോയിഡ് യൂസേഴ്സ് ക്ലിയർ ടെക്സ്റ്റ് ട്രാഫിക് ഈക്വൽ ടു ട്രൂ, ഈ കണ്ടന്റ് കൂടെ നമ്മൾ ഈ ഫയലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഞാനിപ്പോൾ ലാസ്റ്റാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് ആപ്ലിക്കേഷൻ എന്ന് കാണുന്ന ആ ഒരു ടാഗിൽ, ആപ്ലിക്കേഷൻ ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നുകിൽ ഇതേ രീതിയിൽ കൊടുക്കാം. ഇത് ഈ ആപ്ലിക്കേഷൻ കണ്ടെക്സ്റ്റിൽ, ആപ്ലിക്കേഷൻ ടാഗിന്റെ ഉള്ളിൽ ആയിട്ട് നമുക്ക് പാരാമീറ്റേഴ്സ്, ഒരുപാട് പാരാമീറ്റേഴ്സ് കാണുന്നുണ്ട്. ഇതിനിടയിലോ അല്ലെങ്കിൽ ഇവിടെ അവസാനമായിട്ടോ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള URL ബേസ് ചെയ്തുകൊണ്ടുള്ള കോഡിങ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇനി അതിലേക്ക് നോക്കാം. ഈ കാണുന്ന URL-ലേക്ക് ഡാറ്റകൾ സെൻഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള റെസ്പോൺസ്, അവിടെ നിന്നുള്ള ഒരു അക്നോളജ്മെന്റ് അല്ലെങ്കിൽ റെസ്പോൺസ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് റിസീവ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് നമുക്കിവിടെ സ്ട്രിങ് റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രിങ് റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഏത് രീതിയിലാണ്, ഏത് ഹെഡർ ആയിട്ടാണ് നമുക്ക് ഡാറ്റകൾ പോകേണ്ടത്. ഓക്കെ, പോസ്റ്റ് ഹെഡർ ആയിട്ടാണ് നമ്മൾ ഡാറ്റകൾ സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ URL, ഏത് URL-ലേക്കാണ് പാസ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ രണ്ടും നടന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു റെസ്പോൺസ് ഉണ്ടാവും. ആ റെസ്പോൺസ് സക്സസ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കാം, ചിലപ്പോൾ എറർ ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കാം. അപ്പോൾ ഇതിലേക്ക്, ഈ സർവീസിലേക്ക് നമുക്ക് ഡാറ്റകൾ സെൻഡ് ചെയ്യുന്ന കുറച്ച് കോഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓവർറൈഡ് ഫംഗ്ഷൻ ഗെറ്റ് പാരാമീറ്റേഴ്സ്, ഇതാണ് നമുക്ക് ഫങ്ഷൻസ്, പാരാമീറ്റേഴ്സ് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീന് വഴി നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഡാറ്റകൾ URL-ലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കോഡിങ്. ഓക്കെ, അതിൽ ഹാഷ് മാപ്പ്, പുട്ട്, ഇമെയിൽ, നമ്മുടെ PHP-യിൽ നമ്മൾ നേരത്തെ കണ്ട $_പോസ്റ്റ്, അതിലേക്കുള്ള ഇമെയിൽ അഡ്രസ്സാണ് ഈ കാണിക്കുന്നത്. ഇമെയിൽ അഡ്രസ്, ഫുൾ നെയിം, അഡ്രസ്, പാസ്വേഡ്. ഈ കണ്ടന്റുകൾ ഹാഷ് മാപ്പ് വഴി ആണ് URL-ലേക്ക് കണക്ട് ചെയ്ത് നമ്മുടെ വെബ് സർവീസിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് വരുന്ന കോഡാണ്, റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു കോഡ് കൂടിയാണ് ഈ താഴെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PHP-യിൽ നിന്ന് വരുന്ന റെസ്പോൺസ് സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്കിവിടെ ഈഫ് കണ്ടീഷൻ, അതായത് റെസ്പോൺസ് ലിസണറിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ റെസ്പോൺസ് ഈഫ് കണ്ടീഷൻ, റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള ഈഫ് കണ്ടീഷൻ വർക്ക് ചെയ്യും. ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഡാറ്റ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് ആണ് റെസ്പോൺസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആകുന്നതെങ്കിൽ ടോസ്റ്റ് മെസ്സേജ് വഴിയാണ് നമുക്ക് പ്രിന്റിങ് വരുന്നത്. ടോസ്റ്റ് മെസ്സേജ് വഴി നമുക്ക് സ്ക്രീനിൽ സക്സസ് എന്നുള്ള മെസ്സേജ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ഫെയിൽ എന്നുള്ള മെസ്സേജ് ആണ് കാണിക്കുക. അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള എറേഴ്സുകളാണ് വരുന്നതെങ്കിൽ ഫെയിൽ, അതുപോലെ തന്നെ എന്താണ് ഫെയിൽ, എന്തുകൊണ്ടാണ് ഫെയിൽ എന്നുള്ളതിന്റെ മെസ്സേജ് കൂടി നമുക്ക് ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഒരു ഡാറ്റ, ഏത് രീതിയിലുള്ള ഡാറ്റയാണെങ്കിലും നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ PHP വെബ് സർവീസ് വഴി MySQL ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഞാനിവിടെ എൻ്റെ ലോക്കൽ ഹോസ്റ്റിലുള്ള എമുലേറ്റർ വഴി തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എമുലേറ്ററിൻ്റെ പേര് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ട്, Pixel 2 API 30. അപ്പോൾ ഞാനിവിടെ റൺ കൊടുക്കുകയാണ്.
ആപ്ലിക്കേഷൻ നമുക്ക് റൺ ആവുന്ന പ്രോസസ്സ് താഴെ കാണാൻ പറ്റും. ഗ്രാഡിൽ ബിൽഡ് റണ്ണിങ്. എമുലേറ്റർ ആക്റ്റീവ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എമുലേറ്ററിൽ ഫുള്ളായിട്ട് ലോഡായി വന്നിട്ടുണ്ട്. നമുക്കിനി ഡാറ്റയുടെ ഇൻസേർട്ട് ചെയ്യുന്ന രീതി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് സൈൻ അപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ സൈൻ അപ്പ് ചെയ്യാനുള്ള സ്ക്രീന് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ഒരു അഖിൽ എന്നുള്ള ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. akhil@gmail.com. ഫുൾ നെയിം അഖിൽ. അഡ്രസ് കൊടുക്കാം. കണ്ണൂർ എന്നാണ് അഡ്രസ് കൊടുക്കുന്നത്. പാസ്വേഡ് ASDF123*. കൺഫേം പാസ്വേഡും ASDF123*. ഇനി സൈൻ അപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സൈൻ അപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സക്സസ് എന്നുള്ളൊരു മെസ്സേജാണ് ടോസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നോർമലി ഒരു 2-3 സെക്കൻഡുകൾ ചിലപ്പോൾ എടുത്തേക്കാം. ട്രൈ ചെയ്ത് നോക്കാം. സൈൻ അപ്പ്. ഓക്കെ, സക്സസ് എന്നുള്ള മെസ്സേജ് നമുക്ക് ടോസ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഡാറ്റ ഇൻസേർഷൻ സക്സസ് ആണെന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഡാറ്റ ലോഗിൻ ചെയ്തിട്ടാണ് നോക്കേണ്ടത്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് അഖിൽ എന്നുള്ള ഡാറ്റ കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കോഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ലോഗിന് ആവശ്യമായിട്ടുള്ള കോഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ലോഗിൻ ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലോഗിൻ്റെ കോഡിങ് അതുപോലെ തന്നെ സ്ക്രീൻ ഡിസൈനിങ് ഒന്ന് നോക്കാം. ആക്ടിവിറ്റി ലോഗിൻ. അപ്പോൾ ആക്ടിവിറ്റി ലോഗിനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സ്, അതുപോലെ തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സ്, പിന്നെ ലോഗിൻ ബട്ടൺ ആണ്. അപ്പോൾ അതിൻ്റെ കോഡിങ്ങിലേക്ക് ഒന്ന് നോക്കാം. ലോഗിൻ activity.kt. ഇതാണ് നമുക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള ആക്ഷൻ. ബട്ടൺ ലോഗിൻ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ. അതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇമെയിൽ അഡ്രസ് അതുപോലെ തന്നെ പാസ്വേഡ്, ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓരോ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ശേഷം ലോഗിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വെബ് സർവീസ് URL എന്ന് പറയുന്നത് http://192.168.100.14. അതിൽ നേരത്തെ നമ്മൾ നോക്കിയ ആൻഡ്രോയിഡ് ട്രെയിനർ വെബ് സർവീസ്, അതിൽ ലോഗിൻ അപ്ഡേറ്റഡ് .php ഈ ഒരു ഫയലിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു സർവീസിലേക്കാണ് നമ്മൾ ഡാറ്റകൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്ത പോലെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. XAMPP htdocs ആൻഡ്രോയിഡ് ട്രെയിനർ വെബ് സർവീസ് ലോഗിൻ അപ്ഡേറ്റ് .php. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, എഡിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ PHP ഫയല് ലോഗിനായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെർവറിൻ്റെ പേര്, ലോക്കൽ ഹോസ്റ്റ്, യൂസർ നെയിം, റൂട്ട്, പാസ്വേഡ്, ഡാറ്റാബേസ് നെയിം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റായിട്ട് റീഡ് ചെയ്യുന്നത്. ഇമെയിൽ അഡ്രസ് അതുപോലെ തന്നെ പാസ്വേഡ്. ഓക്കെ, ഇനി നമ്മൾ സെലക്ട് ക്വറിയാണ് പാസ് ചെയ്യുന്നത്. SQL സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സെലക്ട് സ്റ്റാഫ് ഫ്രം മെയിൻ ടേബിൾ വേർ ഇമെയിൽ അഡ്രസ് ആൻഡ് പാസ്വേഡ്. ഓക്കെ, അപ്പോൾ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കറക്റ്റായി വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെയുള്ള ഫുൾ നെയിം, അഡ്രസ്സ് കാര്യങ്ങൾ ഡാറ്റാബേസിൽ നിന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിനുള്ള കോഡിംഗ് ആണ് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. റിസൾട്ട് ഫെച്ച് ചെയ്യാണ്. റിസൾട്ട് ഫെച്ച് ചെയ്തതിന് ശേഷം ഇഫ് കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, PHPയിൽ ചെക്ക് ചെയ്യുന്നത് റിസൾട്ട് നമ്പർ ഓഫ് റോസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ ഒരു SQL ക്വറി പാസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് റോസ് എന്നുള്ള ഒരു കൗണ്ടാണ്. ആ കൗണ്ട് 0-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ വൈൽ ലൂപ്പ്, PHPയിലുള്ള വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഫുൾ നെയിം അതുപോലെ തന്നെ അഡ്രസ്, ഈ 2 കാര്യങ്ങൾ നമ്മൾ 2 വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഒരു അറേയാക്കി മാറ്റാണ്. PHPയിലുള്ള ഒരു അറേയാക്കി മാറ്റാണ്. സ്റ്റാറ്റസ് ട്രൂ, ഫുൾ നെയിം എന്നുള്ള അറേ കീയിൽ
ഫുൾ നെയിമിൽ വന്നിരിക്കുന്ന ഡാറ്റ ആണ് ഫില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്രസ്സ് ഫില്ല് ചെയ്യാണ്. ശേഷം ഇത് JSON എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, കാരണം PHPയും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അവിടെ നിന്ന് ഡാറ്റകൾ സെൻഡ് ചെയ്യുന്നതിന് നമുക്ക് JSON എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് എക്കോ JSON എൻകോഡ്. OBJ എന്ന് കാണുന്ന ഭാഗത്താണ് നമുക്ക് PHPയിലുള്ള അറേ കൊടുത്തിരിക്കുന്നത്. ആ അറേയാണ് നമ്മൾ JSON ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. ഇനി എറർ മെസ്സേജ് ആണെങ്കിൽ നമുക്ക് പോകുന്നത് സ്റ്റാറ്റസ് ഫോൾസ് എന്നായിരിക്കും. എന്താണ് എറർ മെസ്സേജ് എന്നുള്ള ഒരു കണ്ടന്റ് കൂടെ നമുക്ക് JSONിലൂടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് PHPയിൽ വരുന്ന കോഡിങ്. ഇത്രയും ഭാഗം നമുക്ക് സെർവർ കണക്ട് ചെയ്യുന്നതിനുള്ള ഡാറ്റാബേസ് കണക്ട് ചെയ്യുന്നതിനുള്ള കണ്ടന്റ്സ് ആണ്. നമ്മുടെ കണക്ഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നതിനുള്ള കോഡാണിത്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിന്നുള്ള ഡാറ്റകൾ ഈ രണ്ട് ലൈന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത്. അത് MySQLിലേക്ക് പാസ് ചെയ്യുന്നത് ഈ ഒരു ലൈൻ വെച്ചിട്ടാണ്. ശേഷം MySQLിലുള്ള കണ്ടന്റുകൾ നമ്മൾ PHPയിലേക്ക് റീഡ് ചെയ്തെടുക്കുന്നത് ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോഗിൻ updated.php എന്നുള്ള ഫയലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ അതിന്റെ പാത്ത് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. URL HTTP 192 നമ്മുടെ IP അഡ്രസ്, നമ്മുടെ ലോക്കൽ മെഷീൻ്റെ, അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ IP അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് ട്രെയിനർ വെബ് സർവീസ് ലോഗിൻ updated.php. അപ്പോൾ നേരത്തെ നമ്മൾ രജിസ്ട്രേഷൻ സ്ക്രീനിൽ ചെയ്തിരിക്കുന്നത് പോലെ സെയിം കണ്ടന്റ് തന്നെയാണ് ഇവിടെയും കണക്ട് ചെയ്തിരിക്കുന്നത്. റിക്വസ്റ്റ്, മെത്തേഡ്, പോസ്റ്റ്, URL, റെസ്പോൺസ് ലിസണർ, അതുപോലെ റെസ്പോൺസ് എറർ ലിസണർ. അപ്പോൾ റെസ്പോൺസ് ലിസണറിൽ നമ്മൾ കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് നമ്മുടെ റെസ്പോൺസ് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് വരുന്നതെങ്കിൽ അവിടെ നിന്നുള്ള JSON അറേ ഡാറ്റയാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആകുന്നത്. അപ്പോൾ അതിനെ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള JSON കോഡാണ് JSON ഒബ്ജക്റ്റ് ഓഫ് റെസ്പോൺസ്. റെസ്പോൺസിൽ നമ്മൾ അവിടെ നിന്ന് സെൻഡ് ചെയ്യുന്ന PHPയിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും റിസീവ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ JSONിലൂടെയുള്ള ഫുൾ നെയിം, അഡ്രസ്സ്, ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഇമെയിൽ അഡ്രസ്സ്, ഫുൾ നെയിം, പാസ്വേഡ്, ഈ കാര്യങ്ങൾ നമ്മൾ ഈ സ്ക്രീനിൽ നിന്ന് നമ്മുടെ പ്രൊഫൈൽ സ്ക്രീനിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫൈൽ സ്ക്രീനിന്റെ ഡിസൈൻ ഒന്ന് നോക്കാം. ആക്ടിവിറ്റി പ്രൊഫൈൽ. ആക്ടിവിറ്റി പ്രൊഫൈലിൽ നമുക്ക് 3 ടൂളുകളാണ് ഉള്ളത്. ഒന്ന് ടെക്സ്റ്റ് ബോക്സ്, മറ്റൊന്ന് ഫുൾ നെയിം, അതുപോലെ അഡ്രസ്. ഈ 3 കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് പ്രൊഫൈൽ സ്ക്രീനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഡാറ്റകൾ സെൻഡ് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. ഒരു ആൻഡ്രോയിഡ് ആക്ടിവിറ്റിയിൽ നിന്നും മറ്റൊരു ആൻഡ്രോയിഡ് ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ഡാറ്റകൾ പാസ് ചെയ്യുന്നത് ഇൻഡന്റ് വഴിയാണ്. ഇൻഡന്റ് പുട്ട് എക്സ്ട്രാ ഇമെയിൽ എന്നുള്ളൊരു കീ കൊടുക്കുക, അതിൽ ഇമെയിലിലേക്കുള്ള ഡാറ്റകൾ ഫില്ല് ചെയ്യാം. അതുപോലെ ഫുൾ നെയിം പാസ് ചെയ്യാണ്, അഡ്രസ്സ് പാസ് ചെയ്യാണ്. സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് ഇൻഡന്റ്. സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് ഇൻഡന്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഫൈൽ ആക്ടിവിറ്റിയാണ് ആക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇനി മറ്റ് എന്തെങ്കിലും എറേഴ്സ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാച്ച് ബ്ലോക്കിൽ ഇവിടെ എറേഴ്സ് ആയിട്ട് കണക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കോഡുകൾ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഓവർറൈഡ് കീവേഡ് കൊടുത്തിട്ടുണ്ട്. ഓവർറൈഡ് കീവേഡ് വഴിയാണ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും PHP ഫയലിലേക്ക് സെൻഡ് ആകുന്നത്. അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ആക്ടിവിറ്റിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. പ്രൊഫൈൽ ആക്ടിവിറ്റി. അപ്പോൾ പ്രൊഫൈൽ ആക്ടിവിറ്റി എന്നുള്ള സ്ക്രീനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ ഇത്രയും ലൈൻസ് നമുക്ക് അവൈലബിൾ ആകുന്നത് നമ്മൾ ഇൻഡന്റ് വഴി നമ്മുടെ ലോഗിൻ ആക്ടിവിറ്റിയിൽ നിന്നും കുറച്ച് ഡാറ്റകൾ ഈ ഫയലിലേക്ക്, പ്രൊഫൈൽ ആക്ടിവിറ്റിയിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അത് സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇമെയിൽ അഡ്രസ്, ഫുൾ നെയിം, അഡ്രസ്. ഈ കാര്യങ്ങൾ നമ്മൾ ഓരോ ടെക്സ്റ്റ് ബോക്സിലേക്കും ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കോഡാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്.
അപ്പോൾ നമുക്കിതൊന്ന് സ്ക്രീന് റൺ ചെയ്ത് നോക്കാം, പെർഫെക്റ്റ് ആണോ എന്നുള്ളതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ എമുലേറ്ററിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഡായി വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കൊടുത്ത അഖിൽ എന്നുള്ള യൂസറെ ഒന്ന് ഇൻപുട്ട് ചെയ്ത് നോക്കാം. akhil@gmail.com ASDF123 *. ഓക്കെ, നമുക്ക് അഖിൽ എന്നുള്ള പേഴ്സന്റെ ജിമെയിൽ അഡ്രസ്, ഫുൾ നെയിം, അഡ്രസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രൊഫൈൽ ആക്ടിവിറ്റി എന്നുള്ള സ്ക്രീനിലേക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആണെന്ന് പറയാം, ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്ന രീതി സക്സസ് ആണെന്ന് പറയാം. ഈ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.